കേരളത്തിലുള്ള ആൾക്കാർ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇത് ഇപ്പോൾ കനേഡിയൻ നോട്ട്, ഈ ഒരു പർട്ടിക്കുലർ നോട്ട് ഇത് എങ്ങനെ കീറാൻ നോക്കിയാലും കീറത്തില്ല. ഉറപ്പാണോ? സോ ബേസിക്കലി എനിക്കൊന്ന് ലീഡ് ചെയ്യുന്ന 2 പോളിമർ മാർക്കറ്റേ ഉള്ളൂ. ഒന്ന് ഓസ്ട്രേലിയയിലും ഒന്ന് ബ്രിട്ടനിലും ആണെന്ന് തോന്നുന്നു. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോളിമറിന് മാർക്കറ്റില്ല ഇന്ത്യയിൽ. നോട്ട് നമ്മളിങ്ങനെ ചുരുട്ടി കൂട്ടി ഇങ്ങനെ കയ്യിലിട്ടിട്ട് എന്നിട്ട് അത് വെള്ളത്തിൽ കൊണ്ടേ കാണിക്കും. എന്നിട്ട് 2 കുട കുടഞ്ഞിട്ട് ഇങ്ങനെ നേരെ ആക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, അതുപോലെ ഇരിക്കും. ഇത് കോപ്പി ചെയ്യാനും ഭയങ്കര പാടാന്നാ പറയണത്, നിയർലി ഇമ്പോസിബിൾ ആണ്. അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ കള്ളനോട്ടടി ഇല്ലാഴിയൊന്നുമില്ലല്ലോ, നല്ല രീതിയിൽ കുറവായിരിക്കും വരുമ്പോൾ. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ കുറച്ച് നോട്ട് പോരാ, നോട്ട് വേണം നമുക്ക്. അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടുന്ന് സോഴ്സ് ചെയ്യും, നമുക്ക് ആര് ഇത് കൊണ്ടുതരും? ക്യാപിറ്റലിസ്റ്റിൻ്റെ ഒരു സ്മാർട്ട് മൂവ് ആണ്. പുള്ളിക്ക് അത്യാവശ്യം വിവരമുള്ളതുകൊണ്ട് പുള്ളി മാർക്കറ്റ് നോക്കുമ്പോൾ അറിയാം. സോ ഗൈസ്, വെൽക്കം ബാക്ക്. 21ാമത്തെ എപ്പിസോഡാണ് കട്ടൻ ചായ ഡബിൾ പോഡ്കാസ്റ്റിൻ്റെ. അപ്പോൾ അഗെയിൻ ഈ ചാനൽ പുതിയതായിട്ട് ഡിസ്കവർ ചെയ്യുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ജസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സാണ്. ഞങ്ങൾക്ക് ജസ്റ്റ് ഇൻട്രസ്റ്റ് തോന്നുന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ് സംഭവങ്ങളിൽ നമ്മുടെ തോട്ട്സ്, ഒപ്പീനിയൻ, ഈവൻ ഫിലോസഫീസ് ആവാം, അതിലൊക്കെ നമ്മുടെ ജസ്റ്റ് ഒപ്പീനിയൻ ഷെയർ ചെയ്യുന്ന ഒരു ചെറിയ പോഡ്കാസ്റ്റാണ്. ഇന്ത്യ ഇനി മുതൽ നമ്മുടെ പൊളിമർ കറൻസിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ടെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് വെച്ചിട്ടുള്ള നമ്മളിപ്പോൾ കാനഡയിൽ ഉപയോഗിക്കുന്ന നോട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് ബേസിക്കലി പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ OG നോട്ട് നമുക്കറിയാമല്ലോ, നമ്മുടെ പേപ്പർ വെച്ചിട്ടുള്ള നോട്ട്, ഇല്ലെങ്കിൽ 100% കോട്ടൺ ആയിട്ടുള്ള നോട്ട്. ഇപ്പോൾ ഇതാണ് കാനഡയിലെ ഒരു നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബേസിക്കലി ഇതിങ്ങനെയാണ് ഇരിക്കുന്നത് ഈ സംഭവം. അപ്പോൾ ഇതുപോലത്തെ ഒരു കറൻസിയിലേക്ക് ഇന്ത്യ മാറുവാണ്, എക്സാക്ട് സെയിം അല്ല, ഇതുപോലത്തെ ഇതിലേക്ക് മാറുവാണെന്നാണ് പുതിയൊരു റൂളിംഗ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ തോട്ട്സും സംഭവങ്ങളും. ഇത് ആരുടെ ടോപ്പിക്കായിരുന്നു? ബെൻസ്ബാഡ് ആയിരുന്നു എൻ്റെ ടോപ്പിക്കായിരുന്നു. നീ പറഞ്ഞു. അപ്പോൾ നിനക്ക് എന്താണ് ഈ സംഭവത്തിൻ്റെ പ്രത്യേകത? സോ ബേസിക്കലി ഇത് പുതിയതായിട്ട് കൊണ്ടുവന്നൊരു സാധനമല്ല. 2012 ഈ സാധനം ഒന്ന് ട്രയൽ ആൻഡ് എറർ ചെയ്യാൻ വേണ്ടി നോക്കിയായിരുന്നു. അന്നേരം 10 രൂപയുടെ നോട്ടോ അങ്ങനെ എന്തോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നത്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോളിമറിന് മാർക്കറ്റില്ല ഇന്ത്യയിൽ. ഓക്കെ. സോ ബേസിക്കലി എനിക്കൊന്ന് ലീഡ് ചെയ്യുന്ന 2 പോളിമർ മാർക്കറ്റേ ഉള്ളൂ. ഒന്ന് ഓസ്ട്രേലിയയിലും ഒന്ന് ബ്രിട്ടനിലും ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആ 2 മാർക്കറ്റേ ഉള്ളൂ. സോ നമുക്ക് സോഴ്സ് ചെയ്യാനായിട്ട് പുറത്തു പോകാൻ പറ്റത്തില്ല. നമുക്ക് ഇന്ത്യയിൽ ഇത് ചെയ്തു തരാനും ആളില്ല. സോ അപ്പോൾ അങ്ങനെ എന്തൊരു പ്രശ്നം വന്നപ്പോൾ അന്ന് റിജക്റ്റ് ചെയ്തതായിരുന്നു, നമുക്ക് ഫീസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ കഴിഞ്ഞ 2025-26 ഏകദേശം എനിക്കൊന്ന് ഒരു 23 മില്യൺ നോട്ട് ഇതുപോലെ മറ്റേ ഇതായി പോയതും മുഷിഞ്ഞു പോയതും കീറിപ്പോയതും ഒക്കെ ആയിട്ട് റിജക്ഷൻ വന്നു. സോ അപ്പം അതിന് നമുക്കുണ്ടാകുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതൽ, ഇനിയിപ്പോൾ അതുപോലെ നോട്ട് പുറത്തോട്ടിറക്കാൻ വേണ്ടി. സോ അപ്പം പിന്നെ അവർ ഈ റൂളുമായിട്ട് ഇപ്പോൾ വന്നതാണ്. നമുക്ക് ഇതൊന്നും ഒഫീഷ്യൽ അല്ല, അവർ സ്റ്റിൽ ഇപ്പോൾ ഒരു റൗണ്ട് ടേബിൾ പോലെ ഇരുന്ന് സ്റ്റിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് എന്തുകൊണ്ട് നമുക്ക് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു മാർക്കറ്റിലോട്ട് മാറിക്കൂടാ, ഒരു പോളിമറിലോട്ട് മാറിക്കൂടാ. കാരണം ലോങ് ലാസ്റ്റിംഗ് ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുള്ള കോസ്റ്റും കാര്യങ്ങളും നല്ല കോസ്റ്റ് ഉണ്ട്. സോ റാദർ സ്കെയിൽ ചെയ്യുന്നതിന് വരെ 10 രൂപ 20 രൂപ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവഞ്ച്വലി നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലാണ് ഇവ പറയുന്നത്. ആൻഡ് ഈ നോട്ടിനെ കുറിച്ച് ജസ്റ്റ് നമ്മുടെ ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള ആൾക്കാർ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇത് ഇപ്പോൾ കനേഡിയൻ നോട്ട്, ഈ ഒരു പർട്ടിക്കുലർ നോട്ട് ഇത് എങ്ങനെ കീറാൻ നോക്കിയാലും കീറത്തില്ല. ഉറപ്പാണോ? ഞാനൊരു സാധനം കാണിച്ചിട്ട് കിട്ടിയത് ഇങ്ങനെയാ, ഇത് നമുക്ക് അത്രയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്യാൻ പറ്റും. അല്ല, ATM കിട്ടിയത് ഇങ്ങനെയാ. കിട്ടിയത് ഇറങ്ങി വരുമ്പോ തന്നെ 2 പീസായിട്ടാണ് കിട്ടിയത്, മറ്റേ പീസ് പോയി. അങ്ങനെ പിന്നെ ഇതിപ്പോ വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ നനയത്തില്ല, എത്ര വെള്ളത്തിൽ വേണം. ഇപ്പൊ സ്നോയിൽ, ഇപ്പൊ എസ്പെഷ്യലി ഈ കൺട്രിയിലൊക്കെ സ്നോയിൽ സംഭവമുള്ളടത്ത് സ്നോയിൽ വീണ് പോയിട്ടുണ്ടെങ്കിലും ഒരു 2 മാസം കണ്ടെടുത്താൽ ഇതുപോലെ ഇരിക്കും. ഇതിന്റെ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഈ നോട്ട് നമ്മളിങ്ങനെ ചുരുട്ടി കൂട്ടി ഇങ്ങനെ കയ്യിലിട്ടിട്ട് എന്നിട്ട് അത് വെള്ളത്തിൽ കൊണ്ടേ കാണിക്കും. എന്നിട്ട് 2 കുട കുടഞ്ഞിട്ട് ഇങ്ങനെ നേരെ ആക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, അതുപോലെ ഇരിക്കും. ഇത് കോപ്പി ചെയ്യാനും ഭയങ്കര പാടാന്നാ പറയണേ, നിയർലി ഇമ്പോസിബിൾ ആണ്. ഫയർ പ്രൂഫ് എന്ന് പറയുന്നത് ട്രൈ നോക്കി. ഇത് ഫയർ പ്രൂഫ് എന്ന് പറയുന്നതാണ്, കാണിക്കത്തില്ല, ഇത് ഫയർ പ്രൂഫ് അല്ല. പക്ഷെ അങ്ങനെ ഞാൻ ഓൺലൈൻ ടെസ്റ്റ് കണ്ടായിരുന്നു. ഫയർ പ്രൂഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് ചെറിയ ഹീറ്റ് വരെ ഹാൻഡിൽ ചെയ്യും. പക്ഷെ ഇതുപോലെ തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ സാധനം കത്തിപ്പിടിക്കും. ഓൾറെഡി അറിയാം പ്ലാസ്റ്റിക് ആണ്. സോ അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക്കിന് ഏത് രീതിയിൽ ഇട്ട് വേണം കളിക്കാൻ പറ്റും, കൂടുതൽ ഹീറ്റ് റെസിസ്റ്റൻസ്. കാനഡ ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പറയുന്നുണ്ട് ഇത് 400, ഇത് കോപ്പി ചെയ്യാൻ നോക്കിയിട്ട് അത് ഭയങ്കരമായിട്ട് റെഡ്യൂസ് ആയെന്ന് പറഞ്ഞിട്ട് ഇത് ഇറങ്ങിയ സമയത്ത് 423 മില്യണിൽ നിന്ന് 30 മില്യണിലേക്ക് കുറഞ്ഞു എന്നാണ് പറയുന്നത്. അത്രയും ഡിഫറൻസ് വന്നു. അപ്പൊ ഇന്ത്യയിലാണെങ്കിൽ കള്ളനോട്ടടി ഇല്ലാഴിയൊന്നുമില്ലല്ലോ, നല്ല രീതിയിൽ കുറവായിരിക്കും വരുമ്പോഴത്തേക്ക്. അതാണ് ഇപ്പോൾ ഇവർ പുഷ് ചെയ്യുന്ന വേറൊരു കാര്യം. അതായത് ഇങ്ങനെയുള്ള സാധ്യതകൾ കുറയും. പക്ഷെ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നോട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് നോട്ട് പോരാ, ഒത്തിരി നോട്ട് വേണം നമുക്ക്. അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടുന്ന് സോഴ്സ് ചെയ്യും, നമുക്ക് ആര് ഇത് കൊണ്ടുതരും? സോ അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് വായിച്ചപ്പോഴാണ് കണ്ടത്, അദാനി റീസെൻ്റ്ലി എന്തോ പോളിമർ മാർക്കറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പുള്ളി ഭയങ്കരമായിട്ട് താല്പര്യം കാണിക്കുന്നു. സോ അപ്പോൾ ഒരു കോൺട്രവേഴ്സി എൻ്റെ ബാക്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇതിലൊരു ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്ത്യ ഇങ്ങനെ ഒരു ഫ്ലിപ്പ് സൈഡിലോട്ട് പോകാൻ കാരണം. അതിപ്പോൾ വലിയൊരു മാർക്കറ്റായിരുന്നു, ആർക്ക് വേണമെങ്കിലും തുടങ്ങായിരുന്നു. പുള്ളി തുടങ്ങി എന്തായാലും ഇന്ത്യക്ക് ആവശ്യമുള്ള സാധനം ഇത്, ആരെങ്കിലും തുടങ്ങിയേ പറ്റുള്ളൂ.
പുള്ളി ആദ്യം തുടങ്ങിയ സ്ഥിതിക്ക് അതിപ്പോൾ നമുക്ക് കുറ്റം പറയാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റത്തില്ല. അതും അതും അത് ഇച്ചിരി ഇതുപോലെ ക്യാപിറ്റലിസത്തിന്റെ ഒരു സ്മാർട്ട് മൂവ് ആണ്. പുള്ളിക്ക് അത്യാവശ്യം വിവരമുള്ളതുകൊണ്ട് പുള്ളി മാർക്കറ്റ് നോക്കുമ്പോൾ അറിയാം എല്ലാ കൺട്രിയിലും അതിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. കാനഡ എനിക്ക് 2011 മൈഗ്രേറ്റ് ചെയ്ത്. അങ്ങനെ നോക്കി വരുമ്പോൾ ഇന്ത്യക്ക് ഒരു സമയം എന്തായാലും എത്തും, എന്തെങ്കിലും പ്ലാസ്റ്റിക്കിലേക്ക് പോകേണ്ടിയും വരും. അതൊക്കെ ഇച്ചിരി ബുദ്ധിയുള്ള ആൾക്കാർ എന്ത് പറഞ്ഞാലും ഈ നമ്മുടെ ക്യാപിറ്റലിസ്റ്റിന്റെ മിസ്റ്റേക്ക് അന്ന് ഇല്ലെങ്കിൽ അവർ പ്ലാൻ ചെയ്യുന്നതെന്ന് പറയുന്ന ആൾക്കാരുടെ സോഫാർ ഇപ്പം എന്താ ഓസ്ട്രേലിയ, പിന്നെ കാനഡ, UAE, സോ അപ്പം അങ്ങനെ കുറച്ച് രാജ്യങ്ങൾ ഓൾറെഡി ഫുൾ പോളിമറിലോട്ടാണ്. പക്ഷേ ഇവിടുത്തെ പോലെ അല്ല, ഇന്ത്യയുടെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഒത്തിരി നോട്ട് വേണം. സോ അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒറ്റയടിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നമാണ്. ഇനിയിപ്പോൾ ഈവൻ 10-20 തുടങ്ങിയാലും അത് എന്തുമാത്രം ലിമിറ്റിൽ അത് പ്രിൻറ്റ് ചെയ്യണം. സോ അപ്പോൾ ഓൾറെഡി ഇപ്പോൾ എനിക്കൊന്ന് ഇങ്ങനെ റൂൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തായാലും ആർക്കും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഓൾറെഡി ഒരു ഡിപ്പെൻഡൻസി ഉണ്ടാക്കിയെടുത്തേ പറ്റുള്ളൂ. ഇപ്പോൾ ഇതുപോലെ ഓൾറെഡി എന്താ പറയുക ഒരു മോണോപ്പൊളി കളിക്കുന്ന ആൾക്കാരുമായിട്ട് പ്ലാസ്റ്റിക്കിൽ. സോ അപ്പോൾ പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്തുമാത്രം ദോഷമാണ് നമ്മുടെ പ്രകൃതിക്ക്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇതിനും പ്രശ്നമാണ് പ്ലാസ്റ്റിക്കിലോട്ട് മാറുമ്പോൾ. പക്ഷെ അപ്പോൾ വേറെ കുറേ പേര് പറയുമ്പോൾ മരം വെട്ടുന്ന കുറയത്തില്ലെന്ന് പറയും നോട്ടടിക്കാൻ വേണ്ടി. പക്ഷേ ഈ പ്ലാസ്റ്റിക് ആണെങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ട് കളയല്ലോ, ഇത് സർക്കുലേഷൻ ഉണ്ടാവുമല്ലോ, ഇത് വർഷങ്ങളോളം അവിടെ ഉണ്ടാവും. നോട്ടായതുകൊണ്ട് ആൾക്കാരെല്ലാം ഭയങ്കര സേഫായിട്ട് ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ പിന്നെ ഇത് അങ്ങനെ വേസ്റ്റ് ആയി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ലൊരു കാര്യം എനിക്ക് തോന്നുന്നു. പിന്നെ അതിനൊപ്പം തന്നെ ഇതിന് ജസ്റ്റ് നമ്പേഴ്സ് പറയുകയാണെങ്കിൽ എനിക്ക് വന്നത് ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കാനഡയ്ക്ക് ഉണ്ടായിരുന്നു വെച്ചാൽ കാനഡയുടെ 2011 മുമ്പ് വരെ ഉണ്ടായിരുന്നതിൻ്റെ ഡബിൾ റേറ്റിലാണ് പ്ലാസ്റ്റിക് സംഭവം. ഏകദേശം ഡബിൾ ആയിട്ടുള്ളൂ. കാര്യം കാനഡയ്ക്ക് ഓൾറെഡി കുറേ പ്ലാസ്റ്റിക് സോഴ്സ് ഉണ്ട്. പക്ഷേ ഇത് 4 times ലാസ്റ്റ് ലോങ്ങറാണ് മറ്റേ പണ്ടത്തെ നോട്ടിനെക്കാട്ടും. അപ്പം അങ്ങനെ ഗുണമുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോഴും ഒരു നല്ല മൂവ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് മാറുവാണെങ്കിൽ 4 times, എസ്പെഷ്യലി കേരളത്തിലേക്ക് എത്ര മഴ പെയ്യുന്ന നമുക്കറിയാം. വേറൊരു പ്രശ്നം എന്താ അറിയോ, ഇപ്പോൾ ഇന്ത്യയിൽ എല്ലാവരും UPI മാറിക്കൊണ്ടിരിക്കുക. ഫോൺ ത്രൂ ആണ് പേയ്മെന്റും കാര്യങ്ങളെല്ലാം പോകുന്നത്. സോ അപ്പോൾ നോട്ടിന് ഡിമാൻഡ് കുറഞ്ഞു വന്നിട്ടിരിക്കും. ഇപ്പം നമ്മൾ ചുമ്മാ ഇപ്പം നാട്ടിൽ പോയാലും ആരും തന്നെ കാശ് കൊടുത്ത ഒരു സാധനം മേടിക്കുന്നില്ല. അപ്പോൾ ചോദിക്കുന്നത് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് നോട്ടിൻ്റെ ഇത് കുറച്ചാൽ പോരെ, എന്തിന് ഇനിയിപ്പോൾ പോളിമറിലോട്ട് പോയി അങ്ങോട്ട് പോയി ഇൻവെസ്റ്റ് ചെയ്ത് ഇത്രയും വള്ളി പിടിക്കേണ്ട ആവശ്യമുണ്ടെന്നാണ് ചോദിക്കുന്നത്. എല്ലാവരും ഈസി ആയിക്കൊണ്ടിരിക്കുക. മറ്റേ ആപ്പിൾ പേ അല്ലെങ്കിൽ ഡിജിറ്റലൈസ് ചെയ്യല്ലേ ഫുള്ള്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ? അതും ഇനിയിപ്പോൾ അദാനിക്കൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തോന്നിയോണ്ട് ഇനിയിപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ പോകുന്നത്. അതാണ് അതിൻ്റെ വേറെ വന്നൊരു ആ പേപ്പർ കറൻസി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ശോകം. കാരണം പേപ്പർ കറൻസി ഒത്തിരി നഷ്ടം വരും. ചെറുതായിട്ടൊന്ന് നനഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പോക്കറ്റിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു കളിയൊക്കെ കഴിയുമ്പോൾ വേർത്ത് മുഷിഞ്ഞ് മൊത്തം കീറി പറഞ്ഞു എല്ലാവരും UPI മാറിക്കൊണ്ടിരിക്കും. പക്ഷെ എന്നാലും നഷ്ടം വരുമല്ലോ. അല്ല എല്ലാവരും UPI മാറുക, കറൻസിയുടെ ഇത് കുറയുവാണെങ്കിൽ അപ്പോൾ പ്ലാസ്റ്റിക് അല്ലേ നല്ലത്. അല്ല പക്ഷെ അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വരില്ലേ, കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഇനി ഉണ്ടാക്കണം. പ്ലാസ്റ്റിക്കിലോട്ട് കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. നമുക്ക് ഇവിടെ മാനുഫാക്ചറിംഗ് നമുക്ക് പറ്റത്തില്ല. പക്ഷേ ഗവൺമെന്റിന്റെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ നമ്മുടെ നോട്ട് അടിക്കാനുള്ള മെഷീൻ എല്ലാം ഉണ്ട്. പക്ഷെ അതെല്ലാം പേപ്പറിന് വേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നത്, ഒന്നും പ്ലാസ്റ്റിക്കിന് ഡിസൈൻ ചെയ്തേക്കുന്നല്ല. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരണം, മാനുഫാക്ചറിന് കൊണ്ടുവരണം. ചേഞ്ച് എന്ത് വരുമ്പോൾ ഈ ഇതെന്തായാലും ഉണ്ടാവും. ഈ പാടൊക്കെ എന്ത് ചേഞ്ച്. അപ്പോൾ ചോദിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നമ്മളപ്പോൾ ഡിജിറ്റലിലോട്ട് മൂവ് ചെയ്യുന്നതാണോ അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക? കാരണം അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് ഇവോൾവ് ആയി ഒരു ലിമിറ്റിൽ വരെ ആയി. അപ്പോൾ അത് തന്നെ ഫോക്കസ് ചെയ്ത് നമ്മുടെ നോട്ടിന്റെ പ്രിന്റുകൾ കുറച്ച് അങ്ങനെ ഒരു സെറ്റപ്പിലോട്ട് നല്ലത്. അതോ ഒരു പുതിയൊരു ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്ന് 100% ഡിജിറ്റൽ ആവാനും പറ്റില്ലല്ലോ. 100% നമുക്ക് ക്യാഷ് വേണം. മൊത്തത്തിൽ കളഞ്ഞിട്ട് മൊത്തം ഡിജിറ്റൽ ആവാൻ പറ്റില്ലല്ലോ. ക്യാഷ് എന്തായാലും വേണം. അപ്പോൾ പിന്നെ അപ്പോൾ പേപ്പറിനെക്കാളും നല്ലത് പ്ലാസ്റ്റിക് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ക്യാഷ് സ്റ്റിൽ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അത് വേറെ സംഭവം. ക്യാഷ് കയ്യിലുണ്ടെങ്കിൽ പൈസ ഉണ്ടെന്ന് തോന്നും കമ്പയർഡ് ടു ഈ ബാങ്ക് അക്കൗണ്ടിലെ നമ്പർ. അങ്ങനത്തെ കുറേ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ക്യാഷ് ഇപ്പം ഞാനാണെങ്കിലും സമയത്തിന് കൂടുന്തോറും ക്യാഷ് കയ്യിലുണ്ടെങ്കിലാണ് ബെറ്റർ കമ്പയർഡ് ടു നമ്മുടെ അക്കൗണ്ടിലെ നമ്പേഴ്സ്. കാര്യം പിന്നെ ഒരു രീതിയിൽ പിന്നെ ചില ആൾക്കാർ പൈസ ഉള്ള ആൾക്കാർ പറയുന്നത് കേൾക്കാറുണ്ട്, ക്യാഷ് കയ്യിലുണ്ടെങ്കിൽ പൈസ ഉണ്ടെന്ന് തോന്നും, മറ്റേതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഗവൺമെൻറ് ബ്ലോക്ക് ചെയ്യുക. ആ ഒരു ഫെസിലിറ്റി ഉണ്ട്, ഒരു ബാങ്കിന് അതിൻ്റെ അത്ര അതോറിറ്റി ഉണ്ട്. കമ്പയർഡ് ടു ക്യാഷ് ആണെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനമാണ്, നമുക്ക് ആർക്ക് കൊടുക്കുന്നു, നമുക്ക് ആർക്ക് തരുന്നു, അതൊന്നും അറിയേണ്ട ആവശ്യമില്ല ഗവൺമെൻറ്. അനദർ വേ ഓഫ് കൺട്രോളിംഗ് ആണ് അത്, ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഭയങ്കര ഈസി ആയിട്ട് അഡാപ്റ്റ് ആവുക അവിടെ. കാരണം ഇപ്പോൾ ഒരു പെട്ടിക്കടയിൽ പോയാലും അവിടെ UPI സ്കാനർ ഉണ്ട്. അപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ഈസിയാണ്, അവരുടെ അക്കൗണ്ടിലോട്ട് പൈസ വരുന്നു. ഈ പൈസ എല്ലാം കൊണ്ട് എടുത്ത് വെച്ച് ഇനി ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് അങ്ങനത്തെ ചടങ്ങൊന്നുമില്ല. നേരെ സ്കാൻ ചെയ്യുന്നു, പൈസ ഇടുന്നു, ഇവർക്ക് ബാങ്കിൽ അക്കൗണ്ടിൽ പൈസ കയറുന്നു, അവരുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്നു. എല്ലാം ഭയങ്കര ഈസി, കൂടുതൽ കാര്യങ്ങളൊന്നും അറിയണത്. അപ്പോൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അതാണോ ഡെവലപ്മെന്റ് അതോ? ശരിയാണ്, നമുക്ക് നോക്കുമ്പോൾ ഡെവലപ്മെന്റ് ആണ്. പക്ഷെ പറഞ്ഞ പോലെ മൊത്തം ഡിജിറ്റലായി കഴിഞ്ഞാൽ അതൊരു നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോവുക. പ്രിഫർ ചെയ്യുന്നവരുണ്ട്. ഇതും വേണം. വേറെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഇത് കേപ്പബിൾ ആണോ ഇപ്പോൾ ഈ ഒരു സംഭവം നിലവിൽ കൊണ്ടുവന്നത്? കാരണം നമ്മൾ മറ്റേ ഡിമോണിറ്റൈസേഷൻ കണ്ടു, മറ്റേ നമ്മൾ ഒരു സുപ്രഭാതത്തിൽ നോട്ടെല്ലാം നിരോധിച്ചു. അപ്പം തന്നെ ഭയങ്കര സ്ട്രഗിളായി, പ്രശ്നങ്ങളായി. സോ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പം നമ്മൾ പെട്ടെന്ന് പോളിമർ നോട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള പേപ്പറിൻ്റെ നോട്ടെല്ലാം നമ്മൾ നിരോധിക്കണം, എന്നാലേ മറ്റേലോട്ട് പോകാൻ പറ്റത്തുള്ളൂ.
സോ അപ്പോൾ പിന്നെ അത് വേറൊരു പ്രശ്നമാവും. അതും ഒറ്റയടിക്ക് 10, 20, 50, 100, 500, 1000 ഇത്ര നോട്ട് ഒരുമിച്ച് മാറ്റാനും പറ്റത്തില്ല. ഇല്ല, പെതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടേ ചെയ്യുള്ളൂ, ഒറ്റയടിക്ക് എന്തായാലും ചെയ്യില്ലല്ലോ. അപ്പോൾ അതാണ് അത് ഭയങ്കര പാടാന്നാണ് പറയുന്നത്. കമ്പയർ ടു സിസ്റ്റം ഒക്കെ ഉണ്ടോ, എന്തെങ്കിലുമൊക്കെ അവർ കണ്ടുപിടിക്കും. ഇതുവരെ ഇല്ല, അതാണ് പ്രശ്നം. അന്ന് റിജക്ട് ചെയ്യാൻ കാരണം അതാ. അന്ന് എനിക്കൊന്ന് സുപ്രീം കോടതി റിജക്ട് ചെയ്തെന്ന് തോന്നുന്നു. ഈ ഒരു പ്രപ്പോസൽ വന്നപ്പോൾ ഇങ്ങനെയുള്ള റീസൺ കാരണം റിജക്ട് ചെയ്തു. സോ അപ്പോൾ ഇനി എന്ത് ചെയ്യും, ഇനി എങ്ങനെ അത് കൊണ്ടുവരും നോക്കാം, കണ്ടറിയാം എന്താവുന്നു. ആൾക്കാർ ഇനിയും നമ്മുടെ OG ഇപ്പം എനിക്കൊന്ന് 1000 നോട്ട് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു OGs ആണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ 1000 നോട്ട് അതുപോലെ തന്നെ ഇപ്പം ഈ 2000 ശമ്പളമൊക്കെ ബാനായി കഴിയുമ്പോഴത്തേനും കയ്യിലുള്ളവരൊക്കെ ശരി. ഇപ്പം 1000 ഇല്ലോ അല്ലേ, ഇപ്പം 2000 2000 ആണല്ലോ. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതിലേക്ക് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പണ്ടത്തെ നോട്ട് ആരുടെ കയ്യിലുണ്ടോ അതിങ്ങനെ കളക്ഷൻ മെറ്റീരിയലായിട്ട് നമുക്ക് ഉപയോഗിച്ച് സൂക്ഷിച്ച് വെക്കാനുള്ള സംഭവമുണ്ട്. അതിൻ്റെ മിക്ക ആൾക്കാരും എന്തായാലും കൊണ്ടുപോയി ക്യാഷ് ആയതുകൊണ്ട് എന്തായാലും സംഭവം മാറ്റിയെടുക്കും. അപ്പോൾ അങ്ങനെയും സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേന് എൻ്റെ ഒരു 1000 വീട്ടിൽ നിന്ന് കിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഇരിപ്പുണ്ട് കാര്യം. പിന്നെ 1000 ബാൻ ചെയ്തില്ല, ഓർത്തായിരുന്നു ഇടയ്ക്കുണ്ടായി. അപ്പോൾ അതാണ് ആ ഒരു ടോപ്പിക്ക്. ദാറ്റ് ബീങ് സെഡ് ഇന്നത്തെ പോഡ്കാസ്റ്റ് നമ്മൾ ഇവിടെ റാപ്പ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ടോപ്പിക്കിലും സംഭവം. അപ്പോൾ ഈ ഫുൾ വീഡിയോ ഇല്ലെങ്കിൽ ഫുൾ ലൈവ് കാണേണ്ടവർക്ക് എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ പോകുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ഫ്രൈഡേസിലുമാണ് ലൈവ് വരുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അവിടെ എന്തായാലും നമ്മൾ ലൈവായിട്ട് ഫോളോ ചെയ്യാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ടോപ്പിക്കിൻ്റെ റെക്കമെൻഡേഷൻ സംഭവം ഉണ്ടെങ്കിൽ അതും കമൻറ്റ് പറഞ്ഞയക്കുക. എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത സംഭവം ഉണ്ടെങ്കിൽ അതും പറഞ്ഞറിയിക്കുക. അപ്പോൾ വി ക്യാൻ ഓൾസോ ഇംപ്രൂവ് ഓൺ ദാറ്റ്. ദാറ്റ് ബീങ് സെഡ് ഇന്നത്തെ പോഡ്കാസ്റ്റ് ഞങ്ങളിവിടെ റാപ്പ് അപ്പ് ചെയ്യുകയാണ്. സോ ടേക്ക് കെയർ ഗൈസ്, ടേക്ക് കെയർ, ബൈ. ബൈ ഗൈസ്. ബൈ.